ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം 2025 വണ്ടി 8ാം മാസം 3 മാസം പഴക്കം 3 മാസം പഴക്കമുണ്ട് അങ്ങനെ പറയാം 8ാം മാസം അതാണ് വണ്ടി വരുന്നത്. അതിന്റെ പുറമായിട്ട് ഒരു 2 ലക്ഷം രൂപന്റെ ആക്സറീസ് ചെയ്തിട്ടുണ്ട്. ചില ഒരു 1.5 ലക്ഷം രൂപയുടെ PPF കോട്ടിങ് ചെയ്തിട്ടുണ്ട്, പിന്നെ മാറ്റ് ചെയ്തിട്ടുണ്ട്, സൈഡ് വൈസർ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കമ്പനിയിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത്. കമ്പനിയിൽ നിന്നാണ്. ഇപ്പൊ ഈ ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ കിട്ടുകയും ചെയ്യും. ഇപ്പൊ അഡീഷണൽ നിങ്ങളൊന്നും ചെയ്യാൻ വേണ്ട. 2018 മോഡല് 19 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ, KL 11 രജിസ്ട്രേഷൻ, പിന്നെ ഫുള്ളി കമ്പനി സർവീസുള്ള കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സിംഗിൾ ഓണർ Audi Q3 പ്രീമിയം പ്ലസ്. ഞാൻ ആദ്യം ജിംനി കാണിച്ചത് ഷമീസ് കാസ്റ്റാണ് അല്ലേ, തിരുവനന്തപുരം ഷോറൂം എന്നാണ്. അപ്പോൾ അതിനുശേഷം ഒരുപാട് ജിംനികൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഒരുപാട് എണ്ണം വിറ്റിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇത് KL 12 രജിസ്ട്രേഷൻ ആണ്, വയനാട്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു സന്തോഷ ദിവസമാണ് അല്ലേ. ഓക്കെ, നമ്മളെ ഷമീർ ഖാൻ്റെ തിരുവണ്ണൂർ ഷോറൂമിൽ ഷമീസ് കാസ്, നമ്മളത് 10 lakh ബിലോ ബഡ്ജറ്റിൽ വാഹനങ്ങൾ കൊടുക്കുന്ന ഒരു ഷോറൂമാക്കി അവിടെ സെറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ അതിനൊരു പേര് സജസ്റ്റ് ചെയ്ത ആളുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വിന്നറായ ആളിന്ന് എത്തിയിട്ട് സമ്മാനമാകാം അല്ലേ. സുനിരാജ് സുകുമാരൻ. സ്വാഗതം ചെയ്യാം. എവിടെയാ സ്ഥലം? ഞാൻ കണ്ണൂർ ഇരിട്ടിയാണ്. കണ്ണൂർ ഇരിട്ടി. അപ്പോൾ എന്താ ചെയ്യുന്നത് ശരിക്കും? ഞാൻ ശരിക്കും ഇത് തന്നെയാണ് എൻ്റെ ജോലി, പേരിടുക എന്നുള്ളത്, ന്യൂമറോളജി. എനിക്ക് അതിൽ ഡോക്ടറേറ്റ് ഉണ്ട്. ഡോക്ടർ സുനിരാജ് സുകുമാരൻ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഒരു 2000-ലധികം കുട്ടികൾക്ക് പേരിട്ടുണ്ടാവും, ഒരു 500-ലധികം സ്ഥാപനങ്ങൾക്ക് പേരിട്ടുണ്ടാവും. പിന്നെ ലോഗോയ്ക്കൊക്കെ ഒരു ശാസ്ത്രം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ലോഗോ സയൻറ്റിഫിക്കലി ക്രിയേറ്റ് ചെയ്തറിയാം. അതുകൂടാതെ തിരക്കഥാകൃത്താണ്. രണ്ട് സിനിമ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. മാർച്ചിൽ തുടങ്ങും. ഹല്ലേലൂയ എന്ന് പറഞ്ഞൊരു സിനിമയുടെ നരയൻ നായകനായിട്ട്, നമ്മുടെ കോമഡി ആർട്ടിസ്റ്റ് ബിജുക്കുട്ടൻ നായകനായ പിന്നെ മാക്കോട്ടൻ എന്ന് പറഞ്ഞ പടം. ഈ രണ്ടുമാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തത്. പിന്നെ കുറേ പടങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. ഈ പേരെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, വളരെ സന്തോഷം. ഷമീർ ഖാൻ ഒരു ഗിഫ്റ്റ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് അത് കൊടുക്കാം. നമ്മള് ആദ്യം ഒരു മൊമെന്റോ കൊടുക്കാം. കൊടുക്കുന്ന ഒരു മൊമെന്റോ കൊടുക്കാം. നമ്മൾ ഗിഫ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ക്യാഷ് പ്രൈസ് കൊടുക്കാം. ഗിഫ്റ്റ് നമുക്ക് ഗിഫ്റ്റ് ദൂരത്ത് കൊണ്ടുപോകാൻ വെച്ചിട്ടേ നമ്മൾ നല്ലൊരു ഇത് കൊടുക്കാതെ വിചാരിച്ചു. ഒരു ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട്. പ്ലസ് നമ്മൾ ചെറിയൊരു സന്തോഷത്തിന് അത് തോന്നി. പ്ലസ് നമ്മളൊരു ചെറിയൊരു ഗിഫ്റ്റ്. വളരെ സന്തോഷം. ഉയരങ്ങളിലെത്തട്ടെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നല്ല സന്തോഷം. നേരത്തെ ഞാനും ജിതിനെ ഫോളോ ചെയ്യുന്നതാണ്. ഷമീർക്കാരും ഒബ്വിയസ്ലി ഞാൻ കാണുന്നതാണ്. ഇങ്ങനൊരു അവസരം ഉണ്ടാക്കിയതിനാല് പഠിച്ചവരോട് നന്ദി. അപ്പോൾ എന്തായാലും നമ്മൾ പുള്ളിക്ക് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഷോറൂം തിരുവനന്തപുരമല്ല, നടക്കാവാണ്. അതായത് 10 ലക്ഷത്തിൻ്റെ മുകളിൽ വരുന്ന വാഹനങ്ങൾ അല്ലേ ലഭിക്കുന്ന ഷോറൂമാണ്. ഓക്കെ, അപ്പോൾ നടക്കാവ് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എവിടെയായിട്ടാണ്? വയനാട് റോഡിൽ നടക്കാവ് CH പള്ളിയുടെ തൊട്ടടുത്തായിട്ട് റിലയൻസ് ഡിജിറ്റലിന്റെ ബിൽഡിംഗ്, മെയിൻ റോഡ് തന്നെ. അതെ, ആ ബിൽഡിംഗ് ഹോട്ട്സ്പോട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കണ്ടവർക്കറിയാം, ഷമീർക്ക് നല്ല പൊട്ടിച്ച് റേറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ അതിന് നല്ലൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ മാസത്തിൽ 4ാമത്തെ വീഡിയോ ആണ്. നിങ്ങൾ ഒരു മാസത്തിൽ 4 വീഡിയോ ചെയ്ത ഷോറൂം ഉണ്ടാവില്ല. ഒരു മാസത്തിൽ 4ാമത്തെ. അത് കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ലാസ്റ്റ് വീഡിയോ കാണിച്ചത് പ്രൈഡ് എന്നായിരുന്നു. നമ്മൾ പ്രൈഡ് എന്ന് പറയുന്നത് പ്രൈഡ് എന്നായിരുന്നു ലാസ്റ്റ് വീഡിയോ കാണിച്ചത്. ആ വീഡിയോയിൽ കാണിച്ച 15 വണ്ടികൾ 10 വണ്ടി നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റി. 3 വണ്ടി ഓൾറെഡി ബുക്കിങ്ങിലാണ്. എന്ന് വെച്ചാൽ 90% നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷം. കാരണം എനിവേ അതിന് മുമ്പ് കാണിച്ച വീഡിയോയിൽ ഏകദേശം ഒരു 60% വണ്ടികളും കൊടുത്തു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഈ ഒരു കുറഞ്ഞ സമയത്തിനടക്കം നമ്മൾ 40-ലധികം വണ്ടികൾ പുതിയ സ്റ്റോക്കിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും കണ്ടുപോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മിസ് ചെയ്യേണ്ട. നല്ല അടിപൊളി വിലക്ക് വണ്ടി എടുക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ വീഡിയോ ഉണ്ട്. ഞാൻ ആദ്യം കൊണ്ട് വന്നു കയറിയപ്പോൾ ഫ്രണ്ടിൽ തന്നെ പുതിയ വണ്ടികളാണ് കിടക്കുന്നത്. ടെമ്പററി രജിസ്ട്രേഷനൊക്കെ ആയിട്ടുള്ള പുതിയ വണ്ടികൾ. എന്താ ഇത് സംഭവം? നമ്മളിപ്പം പുതിയ സ്റ്റോക്കുകൾ, വെറൈറ്റി സ്റ്റോക്കുകളാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പുതിയ വണ്ടികൾ എന്ന് വെച്ചാൽ 2 മാസം പഴക്കമുള്ള, 3 മാസം പഴക്കമുള്ള, 4 മാസം പഴക്കമുള്ള വണ്ടികളൊക്കെ നമ്മുടെ സ്റ്റോക്കിൽ ഒരു 5-6 വന്നിട്ടുണ്ട്. അടിപൊളി മുന്നത്തിൽ വെച്ചിരിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് കാണാം. ആദ്യം എന്താ, കെയുടെ സൈറസ് ആണ്. ഇപ്പോൾ ടാറ്റയുടെ സിയറ,
പിന്നെ റേഞ്ച് റോവർ ഡിഫൻഡർ എല്ലാത്തിനും ഒരു കൂട്ടപ്പെട്ട പറ്റിയ സാധനം അല്ലേ? സാധാരണക്കാരന്റെ കിയന്റെ ഡിഫൻഡർ എന്ന് വേണം പറയാം. അങ്ങനെ പറയാം. ഓക്കെ, 3 ഡോർ ഡിഫൻഡറിന്റെ ലുക്കാണ്. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് സൈറസിന്റെ ഏറ്റവും ടോപ്പിന്റെ വേരിയന്റ് ആയ 1.5 വരുന്ന HTX പ്ലസ് എന്ന് പറഞ്ഞ ഡീസലിൽ വരുന്ന ഓട്ടോമാറ്റിക് വേരിയന്റ്. ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പിന്റെ വാഹനം. 2025 വണ്ടി 8ാം മാസം. 3 മാസം പഴക്കം. 3 മാസം പഴക്കം അങ്ങനെ പറയാം. 8ാം മാസം അതാണ് വണ്ടി വരുന്നത്. ഇതിന് 4 സീറ്റ് വെന്റിലേഷൻ വരും. 4 സീറ്റ് വെന്റിലേഷൻ വരും, പാനോറമിക് സൺറൂഫ് വരും, സൺറൂഫ് കാര്യങ്ങള് ഒക്കെ ഉണ്ട്. വരുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പൊ അത്രയും ഫീച്ചറിസ്റ്റിക് ആയ ഒരു വാഹനമാണ്. 5 ഡോർ തന്നെ. പിന്നെ വാറണ്ടി ഇപ്പൊ 29 വരെയൊക്കെ കൊടുക്കാം. 3 മാസമായിട്ടുള്ള വണ്ടിക്ക് പഴക്കം. ആകെ 2000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അല്ല, 4 വർഷമാണ് ഗിയ കൊടുക്കുന്നത്. 3 വർഷം തന്നെയല്ല. ഓക്കെ, 8ാം മാസം വരെ വാറണ്ടി തന്നെ നിൽക്കുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് അല്ല? ഓക്കെ, ഓട്ടം കൂടി അറിയേണ്ടതിന്റെ എത്രയാണ്? 2000 കിലോമീറ്റർ. വെറും 2000 കിലോമീറ്റർ. ഒരു ഷോറൂം കണ്ടീഷന് വിളിക്കാൻ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ പലർക്കും ഇങ്ങനത്തെ വണ്ടികൾ കാണുമ്പോൾ ആദ്യം ഡൗട്ട് വരെ എന്തുകൊണ്ടാണ് ഇവർ ഇത് എടുത്തിട്ട് വിറ്റേന്ന് വെച്ചാൽ നമ്മൾ വണ്ടി എടുക്കുമെന്ന് വെച്ചാൽ ഓരോരുത്തർ ഓരോ പെർസ്പെക്റ്റീവിലാണ് വണ്ടി എടുക്കുക. എടുത്തതിന് ശേഷം ചിലപ്പോൾ ഇവർ ഉദ്ദേശിച്ച ടൈപ്പ് വണ്ടി ആയിരിക്കില്ല അല്ലേ? പല കാരണങ്ങളായിരിക്കും. കൊറോണയ്ക്ക് ശേഷം ആളുകളെ മൈൻഡ് സെറ്റേ മാറി. അതെ, ഒരാൾക്ക് പൈസ നോക്കുന്നില്ല. ആളുകൾ പൈസ നോക്കുന്നില്ല. ഇപ്പൊ യാത്രകൾ കൂടി. ടൂറൊക്കെ നോക്കിയില്ല, വേൾഡ് ഇന്റർനാഷണൽ ടൂറൊക്കെ ഒരു 5 വർഷം കൊണ്ട് ഒരു 4 മടങ്ങൊക്കെ കൊറോണയ്ക്ക് ശേഷം ആളുകൾ ജീവിക്കാൻ തുടങ്ങി. ഒരു വണ്ടി വാങ്ങി കുറച്ച് നോക്കിയപ്പോൾ അടുത്ത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ അത് കൊടുക്കുക, അടുത്ത് എടുക്കുക. സേവിങ്സ് മൂടൊക്കെ മാറി. യൂറോപ്യൻ സ്റ്റൈലിലേക്ക് ആളുകൾ മാറി തുടങ്ങി. അല്ലാണ്ട് വണ്ടിയുടെ ടെക്നിക്കൽ ഫോൾട്ട് കൊണ്ടല്ല, അത് ആളുകളെ വണ്ടിക്കുള്ള ഒരു മൈനസ് കൊണ്ടോ അല്ലെങ്കിൽ ആക്സിഡന്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും കൊണ്ടോ അല്ല വണ്ടി വെക്കുന്നത്. തീർച്ചയായും ഓരോരുത്തർ ഓരോ പെർസ്പെക്റ്റീവ് ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഷമീർക്ക് ഇതിന്റെ പുതിയ വിലയും ഇത് നമുക്ക് ഇപ്പൊ എത്ര കൊടുക്കാന്നുള്ളത്? പുതിയ വില 19,90 ആണ്. അതിൽ നിന്ന് 30 ഓഫർ കഴിഞ്ഞ് 19 ലക്ഷത്തിന് അടുത്താണ് വില വരുന്നത്. 19 ഓഫറും കഴിഞ്ഞിട്ട് ഇപ്പൊ വില വരുന്നത്. ഇതിപ്പോ നമുക്ക് 16,90,000. 16,90. അപ്പൊ ഏകദേശം ഒരു 3 ലക്ഷത്തിന്റെ അടുത്ത് മാറ്റം വന്നു അല്ലെ? 2-3 അടുത്ത് മാറ്റം വന്നു കഴിഞ്ഞു. 3 മാസം പഴക്കമുള്ളൂ. വെറും 2000 കിലോമീറ്റർ. അപ്പോ പുതിയൊരു വണ്ടി എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് പോര്. പുതിയ വണ്ടി ഓൾറെഡി ഇപ്പൊ വന്നപ്പോ തന്നെ നമുക്ക് ഇപ്പൊ 2 എൻക്വയറി വന്നിട്ട് ലോണിന് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അത് അപ്രൂവ് ആയാലും കഴിഞ്ഞു പോകും. പെട്ടെന്ന് തന്നെ നിങ്ങൾ വിളിച്ചെന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അത്രയും ഫീച്ചേഴ്സ് ആയ ഒരു വണ്ടി അടുത്ത വണ്ടിയിലേക്ക്. ടെമ്പററി സ്റ്റിക്കർ പോലും മാറാത്ത ഥാർ റോക്സ് ഡ്യുവൽ ടോൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. എന്താ ഇത് നമ്പർ ആയോ? എന്താ അവസ്ഥ? ഇത് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഫുൾ ആയിട്ടില്ല. നമ്പർ KL60 വരും. KL60 രജിസ്ട്രേഷനിലാണ് വരുന്നത്. നമ്പർ വെച്ചിട്ടില്ല എന്നുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് പറയുകയാണെങ്കിൽ അപ്പൊ നേരത്തെ 3 മാസമാണ്, ഇത് 4 മാസം. 1 മാസം കൂടി കൂടുതലാണ്. 4 മാസം പഴക്കണം. 25 മോഡൽ 4 മാസം മാത്രം പഴക്കമുള്ള വണ്ടി. ഇതിന്റെ കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 9,000. 9,000 കിലോമീറ്റർ അല്ലേ? ഓക്കെ, ഒന്നുമില്ലല്ലോ, ഒരു ക്ലെയിം ഒന്നുമില്ല. ക്ലെയിം മാത്രം അങ്ങനെ മാത്രമല്ല, ഇതില് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് X7L ഡീസൽ ഓട്ടോമാറ്റിക്. അത് GST മുമ്പ് ഇറങ്ങിയ വണ്ടിയാണ്. അന്നേരം 30 ലക്ഷം രൂപയോളം വില വന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ പുറമായിട്ട് ഒരു 2 ലക്ഷം രൂപന്റെ ആക്സറീസ് ചെയ്തിട്ടുണ്ട്. ചില ഒരു 1.5 ലക്ഷം രൂപ PPF കോട്ടിങ് ചെയ്തിട്ടുണ്ട്, പിന്നെ മാറ്റ് ചെയ്തിട്ടുണ്ട്, സൈഡ് വൈസർ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കമ്പനി നിന്നാണ് ചെയ്തിരിക്കുന്നത്. കമ്പനി നിന്നാണ്. ഇപ്പൊ ഈ ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ കിട്ടുകയും ചെയ്യും. ഇപ്പൊ അഡീഷണൽ നിങ്ങൾ ഒന്നും ചെയ്യാൻ വേണ്ട അല്ലേ? നിങ്ങൾ സേഫ് ആണ്, എടുക്കുന്ന ഒരു സേഫ് ആണ്. ഓക്കെ, ഇപ്പൊ GST കഴിഞ്ഞിട്ട് 29,25,000 രൂപ. 29,400 GST കഴിഞ്ഞിട്ട് ഇപ്പൊ വരുന്നുണ്ട്. ഈ 4 മാസത്തിന്റെ ഇടയിലുള്ള മാറ്റമാണ്. ഓക്കെ, വെറും 4,000 കിലോമീറ്റർ ഓടിയ വാഹനം അല്ലെ? 4,000 അല്ലേ പറഞ്ഞത്? 9,000. സോറി, 9,000. 4 മാസത്തെയാണ് അല്ലേ? 4 മാസമാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ അഡാസ് അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ കണ്ട സൈറസിലായാലും അഡാസ് ഫീച്ചേഴ്സും എല്ലാം വരുന്നുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന റേറ്റ് ഏകദേശം ഫൈനൽ തന്നെയാണോ എല്ലാ വണ്ടിക്കും? നിങ്ങളെ വീഡിയോ നമ്മൾ പറയുന്ന റേറ്റ് നെറ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സൈറസിന് ചോദിക്കുന്ന പോലെ 17,000 നിങ്ങൾക്കുള്ള പോലെ 16,90. ആ റേറ്റിലാണ് നമ്മളിപ്പോൾ 2 പാർട്ടിക്ക് ലോണിന് കൊടുത്തേക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 26,95,000 രൂപ കൊടുക്കാം. 26,95. ഏകദേശം 2-2.5 ലക്ഷം രൂപയുടെ മാറ്റം ഇതിനും വന്നിട്ടുണ്ട്. ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. ലോണും ഒരു 25 ഈസി ആയിട്ട് കൊടുക്കാം. നല്ല കാശോടെ ഈസി ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഒരു 7 വർഷത്തേക്കൊക്കെ കിട്ടും പുതിയ വണ്ടി ആയതുകൊണ്ട്? തീർച്ചയായിട്ടും കിട്ടും. നല്ല ട്രാക്കുള്ളവർക്ക് കൊടുക്കാം. കിട്ടും. ഈ അടുത്ത കാലത്തായിട്ട് റോഡിൽ ഇറങ്ങിയാൽ എവിടെ നോക്കിയാലും കാണുന്നൊരു വാഹനമാണ് അടുത്തത്. MGയുടെ വിൻസറാണ്. KL17 മൂവാറ്റുപുഴ രജിസ്ട്രേഷനാണ്, എറണാകുളം ജില്ല. അത്യാവശ്യം നല്ലൊരു മൂവിങ് ലൈവിയാണ് അല്ലേ? ഇപ്പോൾ EVയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ് ഇപ്പോൾ വിൻസർ. തീർച്ചയായും. എങ്ങനെ ഡീറ്റെയിൽ വരുന്നത്? ഇത് നേരത്തെ 3 മാസം പറഞ്ഞു, 4 മാസം പറഞ്ഞു. ഇത് വെറും 2 മാസം. 2 മാസം. 2 മാസം പഴക്കമുള്ള ഇറങ്ങിയിട്ട് 2 മാസമായിട്ടുള്ളൂ. വിൻസറിന്റെ എസൻസ് എന്ന് പറഞ്ഞ വേരിയന്റ്.
ഓക്കെ. ടോപ്പൻ്റെ ഇത് 350 കിലോമീറ്ററാണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. അതേ ഫീച്ചറിൽ തന്നെ വരുന്ന 400 ചിലാണ് റേഞ്ച് വരുന്ന വണ്ടിയുണ്ട്. അതിന് ഇതിനേക്കാൾ ചെറിയ ഇത് വരും. ഓപ്ഷനൊക്കെ സെയിം ആയിരിക്കും, റേഞ്ചിൽ മാത്രം ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, 100 കിലോമീറ്ററിന്റെ മാറ്റം, റേഞ്ച് വ്യത്യാസം വരുന്നുണ്ട്. ഇത് ഫുൾ ചാർജിൽ 350 ഏകദേശം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ 6000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 6000 മാത്രം. ഇതിന്റെ വാറണ്ടി എങ്ങനെയാണ് വരുന്നത്? MGയുടെ വാറണ്ടി 8 വർഷം 1,60,000 കിലോമീറ്റർ. അത് സെക്കൻഡ് ഓണർക്ക് കിട്ടും. ഫസ്റ്റ് ഓണർക്ക് ലൈഫ് വാറണ്ടി എന്ന് പറഞ്ഞിട്ട് ലൈഫ് ടൈം വാറണ്ടി 15 വർഷം പറയുന്നത്. സെക്കൻഡ് ഓണർ ആകുന്ന സമയത്ത് അവർ പോളിസി പോകാൻ 8 വർഷമാവും. 1,60,000 കിലോമീറ്റർ. 1,60,000. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. 1,60,000 ഇനി 1,54 വാറണ്ടി. 1,60,000 വെറും 6000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ ഒരു ക്ലെയിം സംഭവിച്ചിട്ടില്ലല്ലോ? ഒരു ക്ലെയിം ഒന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ, ഓക്കെ. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത് ഇതിന്റെ ശരിക്കുള്ള ഓൺ റോഡ് പ്രൈസ്? ഇതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 19.5 ലക്ഷം രൂപ വരുന്നുണ്ട്. 19,50,000 അതെ, അറൗണ്ട് വരുന്നത്. പിന്നെ നമ്മളിപ്പോൾ ചോദിക്കുന്നത് 15,90,000 രൂപ. 15,90,000 അല്ലേ? ഓക്കെ. ഇതും ഏകദേശം ഒരു 3.5 ലക്ഷത്തിനടുത്ത് മാറ്റം വന്നു. ഏകദേശം 3.4 ലക്ഷം മാറ്റം വന്നിട്ടുണ്ട്. 2 മാസം മാത്രം പഴക്കമുള്ളൂ. അത് ഇപ്പം EV-യിൽ ട്രെൻഡിങ് ആയിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ. ഇതിന്റെ സൺറൂഫ് എന്ന് വെച്ചാൽ പനോറമിക് ഓപ്പൺ ചെയ്യാം, പക്ഷേ സൺറൂഫ് ഗ്ലാസ് ഓപ്പൺ ആവില്ല. ഗ്ലാസ് ഫിക്സ്ഡ് ആണ്. ഉള്ളത്തെ കവർ നീക്കുന്നത് വരെ ടച്ചിലാണ്, ഫുൾ ടച്ചിലാണ്. ഫോൾഡിംഗ് വരെ ടച്ചിങ്ങിലാണ്, ടച്ച് സ്ക്രീനിലാണ്. അത്രയും ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോളൂ. വാറണ്ടി ഇപ്പോൾ നമ്മൾ 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ. ഓക്കെ, അടുത്ത വണ്ടി ടൊയോട്ട ഹൈറൈഡർ ആണ്. KL9 പാലക്കാട് രജിസ്ട്രേഷൻ വാഹനം. ഇതും പുതിയതാ. ഇത് 2024 വർഷം പഴക്കം. എങ്ങനെ ഡീറ്റെയിൽ? 2024 മോഡല് ടൊയോട്ട ഹൈറൈഡറിന്റെ ഏറ്റവും ടോപ്പിന്റെ വേരിയന്റായ V ഹൈബ്രിഡ്, ഫുൾ ഹൈബ്രിഡ്. ഫുൾ ഹൈബ്രിഡ്. എത്ര മൈലേജ് കിട്ടും ഓട്ടോമാറ്റിക്കലി? 25 വരെ കിട്ടുന്നുണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ട്. എന്നാലും 20ന്റെ മുകളിൽ 100% കിട്ടും. 100%, 20ന്റെ മുകളിൽ മൈലേജ് കിട്ടുന്ന വാഹനമാണ്. പിന്നെ എന്താ പറയാ, പെട്രോള് വലിയ മെയിൻ്റെനൻസ് മേടിക്കേണ്ട ആവശ്യമില്ല. ടൊയോട്ട ആണ്, മേടിക്കാനില്ലല്ലോ. ഓക്കെ, അപ്പോൾ V ആണ് ടോപ്പിന്റെ മോഡല്. ടോപ്പ് തന്നെ അല്ലേ? ഇതിന്റെ മുകളിൽ പിന്നെ ഇത് വരുന്നുണ്ട്, മറ്റേ ലിമിറ്റഡ് എഡിഷൻ ഡ്യുവൽ ടോൺ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിൽ സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ടാവും? സീറ്റ് വെന്റിലേഷൻ ഇല്ല. ഓക്കെ, പനോറമിക് സൺറൂഫ് ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. മൈലേജ് തന്നെയാണ് ഹൈലൈറ്റ് അല്ലേ? നേരത്തെ കൊണ്ടു നടക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. ഓക്കെ, വാറണ്ടി ഇപ്പോൾ 27 വരെ 2027 വരെ വാറണ്ടി വരും. അണ്ടർ വാറണ്ടി നിൽക്കുകയാണ്. ഓട്ടം എത്ര പോയത്? 34,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 34,000. ഓട്ടം എന്ന് വെച്ചാൽ മൈലേജ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഓട്ടം. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 19,80,000 രൂപ കൊടുക്കാം. 19,80,000. പുതിയ എത്ര വരേണ്ട ശേഷം? പുതിയ 24 ലക്ഷമാണ് വില. അതിലൊരു 55 ഓഫർ വെച്ചിട്ട് 23,50 എടുത്തു വരും. 23,50. ഇത് 19 ലക്ഷം അല്ലേ? ഓക്കെ. ഇത് ഒരു സമയത്ത് 2 വർഷം ബുക്കിംഗ് ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നു. അപ്പോൾ ഫസ്റ്റിൽ ഇറങ്ങിയ സമയത്ത് ഓർമ്മയുണ്ടല്ലോ. ഏകദേശം 3.5-4 ലക്ഷത്തിന് മാറ്റം വന്നു അല്ലേ? ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. അണ്ടർ വാറണ്ടി തന്നെ നിൽക്കുകയാണ്. ഒരു 18 ലക്ഷമൊക്കെ ലോൺ വരും. 18 ലക്ഷം വരെ ലോൺ നമുക്ക് കയറാം. അടുത്തതാ ജിംനി. ഞാൻ ആദ്യം ജിംനി കാണിച്ചത് ഷമീസ് കാസ്റ്റാണ് അല്ലേ? തിരുവനന്തപുരം ഷോറൂമിൽ നിന്നാണ്. അപ്പോൾ അതിനുശേഷം ഒരുപാട് ജിംനികൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഒരുപാട് എണ്ണം വിറ്റിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇത് KL12 രജിസ്ട്രേഷൻ ആണ്, വയനാട്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2023 മോഡല് ജിംനി ടോപ്പിൻ്റെ വേരിയൻ്റായ അൽഫ ഓൾ ഗ്രിപ്പ് ഓട്ടോമാറ്റിക്. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? പെട്രോൾ 4x4 വരുന്ന വണ്ടി, 4x4 ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. പിന്നെ കിലോമീറ്റർ നല്ല ടയർ ഭാഗം ഉണ്ടല്ലോ. കിലോമീറ്റർ ടയർ അപ്സൈസ് ചെയ്തിട്ടുണ്ടോ? ഒരു കോസ്റ്റ്ലി ടയർ ഇട്ടിട്ടുണ്ട്, മാറ്റിയതാണ് ഇപ്പോൾ. ഓക്കെ, എത്ര ഓട്ടം പോയി? കിലോമീറ്റർ 60,000 ഓടിയിട്ടുണ്ട്. 60,000. കുറച്ച് ഓട്ടം കൂടുതലുണ്ട്. ഓട്ടം വേറെ ക്ലെയിമും കാര്യമൊന്നും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അൽഫ ഓട്ടോമാറ്റിക് ടോപ്പിന്റെ വാഹനമാണ്. എത്രയാണ് ചോദിക്കുന്നത് ഇപ്പോൾ? 12,60,000 രൂപ. ഓക്കെ, ഇത് ഏകദേശം എത്ര ഉണ്ടായിരുന്നു അറിയാമെന്ന് പറയുമ്പോൾ? അന്ന് ഫസ്റ്റിൽ ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത് 18 ലക്ഷത്തിന് മുകളിലുണ്ടായിരുന്നു. പിന്നെ അവർ 1 ലക്ഷം ഓഫർ ഇട്ട് 2 ലക്ഷം അന്ന് ഓഫർ ഇട്ടുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത് കൂട്ടി വന്നപ്പോൾ ഓഫറെല്ലാം കുറഞ്ഞു. ഇപ്പൊ എനിക്ക് വന്ന് 17 സംതിങ് ആണ് ഇപ്പോഴത്തെ വില. 17 സംതിങ്. ഇപ്പൊ 12,60 നമ്മൾ പറഞ്ഞത് 12,60. 12,60,000 രൂപയ്ക്ക് 2023 മോഡൽ അൽഫ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പിന്റെ ഓട്ടോമാറ്റിക് ജിംനി കൊണ്ടുപോകാം. ഇതിന്റെ വാറണ്ടി ഇപ്പോൾ 26 വരെ ഉണ്ടാവും അല്ലേ? അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. അപ്പോൾ പുതിയ എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് വന്നോളൂ അല്ലേ? അടുത്ത വണ്ടി. അടുത്തത് ഒരു ബ്ലാക്ക് ക്രെറ്റ KL4 ആലപ്പുഴ രജിസ്ട്രേഷൻ വാഹനമാണ് അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? 2023 മോഡല് ക്രെറ്റ S+ നൈറ്റ് എഡിഷൻ ഡീസൽ മാനുവൽ. ഡീസൽ മാനുവൽ ആണ്. ഒരു 16-18 റേഞ്ചൊക്കെ മൈലേജ് എന്തായാലും എന്തായാലും കിട്ടുന്നുണ്ട്. 23 ഉണ്ട്. അപ്പോൾ 26 വരെ വാറണ്ടി ആയിരിക്കും.
എത്ര ഓട്ടം പോയി ഇത്? കിലോമീറ്റർ 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 52,000 2 വർഷം. സിംഗിൾ ഡീസലാണ്, അവന് മൈലേജ് ഓട്ടോ ഉണ്ട്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഫുൾ സർവീസ് എല്ലാ കമ്പനിയാണ്, വണ്ടിയാണ്, എല്ലാ കമ്പനിയും തന്നെയാണ്. എസ് പ്ലസ് എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആണ്, പക്ഷേ ഓൾമോസ്റ്റ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, അലോയ് വീൽസ് വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്, പിന്നെ 6 എയർ ബാഗ് വരുന്നുണ്ട്, മിറർ അഡ്ജസ്റ്റ് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സ്. ടോപ്പിലേക്ക് പോകുമ്പോൾ സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, വയർലെസ് ചാർജർ ഉണ്ടാവില്ല, അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങളേ ഉള്ളൂ. മിറർ ഫോൾഡിംഗ് ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. അതൊരു ലിമിറ്റഡ് സീരീസ് ആണല്ലോ, അതിന്റെ റെഡ് സ്ട്രിപ്സ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇന്റീരിയർ ഒക്കെ ബ്ലാക്ക് ആയിട്ട് വരുന്നത്, സീറ്റിൽ തന്നെ ആ ഒരു റെഡ് ഫിനിഷ് കാണും. റെഡ് സ്ട്രിപ്പ് വരുന്നുണ്ട്. അതെ. എങ്ങനെ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 14,95,000 രൂപ കൊടുക്കും. 14,95,000 ഈ ഒരു ഡീസൽ ക്രെറ്റ നിങ്ങൾക്ക് കൊണ്ടുപോകും. 2023 മോഡൽ വാഹനം, മാനുവൽ ആണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. ഒരു 2 വർഷം പഴക്കമുള്ളൂ. 13-13.5 കിലോണ് വരും. 13.5 എന്തായാലും. ഓക്കെ, അടുത്തതാ ഏറ്റവും ലേറ്റസ്റ്റ് ഷേപ്പ് ക്രെറ്റയാണ്. KL 11 കോഴിക്കോട് വണ്ടി തന്നെ അല്ലേ? കോഴിക്കോട് വണ്ടി. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2024 മോഡല് ക്രെറ്റയുടെ ഏറ്റവും ടോപ്പിന് വരുന്നത് SXO ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് SX ഓപ്ഷനിലാണ്, ഏറ്റവും ഉള്ള ഓപ്ഷൻ വാഹനമാണ്. അഡാസ് ഫീച്ചേഴ്സ് അടക്കം വരുന്ന വണ്ടിയാണ് അല്ലേ? ഇപ്പോൾ 27 വരെ വാറണ്ടിയിൽ അടിക്കാം. വണ്ടി. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്, കറക്റ്റ് 40,000 കിലോമീറ്റർ ഓടിയുണ്ട്, ഫുള്ള് കമ്പനി സർവീസ്. 40,000 ഇപ്പം ടയർ നമ്മൾ 4 പുതിയ ടയർ ഇന്നലെ വാങ്ങിയിട്ടുണ്ട്. ഒരു 10 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല. അപ്പോൾ ഇനി എടുക്കുന്നവർ ഒന്നും ചെയ്യാനില്ല, എടുക്കുക, ഡീസൽ അടിക്കുക, ഓടിക്കുക. ഓക്കെ, സർവീസും പക്കയാണ്. എന്തായാലും ഡീസൽ ഓട്ടോമാറ്റിക്കിന് ഒരു 13-15 റേഞ്ച് മൈലേജ് കിട്ടും. 15 വരെ കിട്ടാൻ സാധ്യത. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ ആസ്ക് ചെയ്യുന്നത് 20 ലക്ഷത്തിന് മുകളിലാണ്. ഫൈനലായിട്ട് നമുക്ക് 19,90,000 കൊടുക്കാം. 19,90,000 ഫൈനൽ റേറ്റ് ആണ്. ഇത് ഓൺ റോഡ് എത്ര വരുന്നുണ്ട്? 24,72,000 അങ്ങനെ പറയുന്നത് ഓൺ റോഡ് വരുന്നുണ്ട്. ഇപ്പം 19,90,000 ചോദിക്കുന്നത്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. അണ്ടർ വാറണ്ടിയിൽ വെക്കുന്ന ഏറ്റവും ന്യൂ ഷേപ്പ് വണ്ടി, ന്യൂ ഷേപ്പ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ക്രെറ്റ. ക്രെറ്റൻ്റെ ഒരു ആറാട്ടാണല്ലോ, ഫെമിലിയർ വണ്ടിയല്ലേ, ആളുകൾക്ക് ഇഷ്ടമുള്ള വണ്ടിയല്ലേ. എങ്ങനെ ഡീറ്റെയിൽ ഇത് പെട്ടെന്ന് ഒന്നുകൂടി കാണിക്കുവാണല്ലേ? 2023 മോഡല് ക്രെറ്റ SX മാനുവൽ പെട്രോൾ. ഓക്കെ, മിഡിൽ ഓപ്ഷൻ, ടോപ്പിന്റെ താഴെ വരുന്ന ഓപ്ഷൻ അല്ലേ? തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. ഓക്കെ, ഇപ്പോൾ കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 27 ഓടിയിട്ടുള്ളൂ. 27,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, ഒരു ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ചെറിയ സ്ക്രാച്ച് നമ്മൾ വണ്ടി വന്നതേ ഉള്ളൂ, RF-ലേക്ക് കയറ്റാൻ പോകുന്നേ ഉള്ളൂ. ചെറിയ ബമ്പർ ടച്ച് ചെയ്യാണ്ട് പോളിഷ് കാര്യങ്ങളൊക്കെ പിടിക്കാനുണ്ടല്ലോ. ഓക്കെ, എന്തായാലും മൊത്തം RF കഴിയുമ്പോൾ വണ്ടി ലുക്ക് മാറും. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ 14 സംതിങ് ആണ്, നമുക്ക് 13,95 കൊടുക്കാം. 13,95 പെട്രോൾ ക്രെറ്റ മാനുവൽ SX. ഓക്കെ, ഇത് ഇറങ്ങുമ്പോൾ ഏകദേശം 18.5 ലക്ഷം. അന്ന് കുറച്ചും കൂടി കൂടുമായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോളൂ. പെട്രോൾ ആണ്, മാനുവൽ. മാക്സിമം ലോണും കൊടുക്കാം, നമുക്ക് 90% ലോണും കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അങ്ങനെ നമ്മൾ 7 സീറ്ററിലേക്ക് എത്തി. ഇന്നോവ ക്രിസ്റ്റയാണ്, KL 2 കൊല്ലം രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2019 മോഡല് ക്രിസ്റ്റ V 2.4 ഓട്ടോമാറ്റിക് അല്ല മാനുവൽ 2.4 മാനുവൽ V ഓപ്ഷൻ ആണ്. ടോപ്പിന്റെ താഴെ വരുന്ന ഓപ്ഷൻ ആണ് മാനുവൽ. 19 മോഡൽ ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഓട്ടോ എത്ര പോയി? 1,20,000 കിലോമീറ്റർ. 1,20 സർവീസ് പ്രോപ്പർ ആണോ? പ്രോപ്പർ സർവീസ് ഉണ്ട്. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർ പാർട്ണർ പേരിലേക്ക് മാറിയതാണ്, ഒരാൾ മാത്രം യൂസ് ചെയ്തതാണ്. 2019 സെക്കൻഡ് ഓണർഷിപ്പ് V ഓപ്ഷൻ മാനുവൽ ക്രിസ്റ്റയാണ്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 18,25,000 രൂപ കൊടുക്കാം. 18.5 ലക്ഷം ഒറിജിനൽ കേരള വണ്ടിയാണ്. 18.5 കൊണ്ടുപോകാം. ലോൺ ഒരു 16 കിട്ടും. 16 ആ റേഞ്ച് ലോൺ കിട്ടും. എനിക്ക് തോന്നുന്നു 19.5 ലക്ഷമൊക്കെയാണ് ഇവിടെ ഓരോ ഡീലർമാർ ചോദിക്കുന്ന വില. ഈ സെയിം മോഡൽ മാക്സിമം കയറും. അപ്പം എൻ്റെ ഇപ്പോൾ 17 ലക്ഷം വരെ ഈ സെയിൽ ലോൺ കൊടുക്കും. 17 വരെ 19 മോഡലല്ലേ? ഓക്കെ, അപ്പോൾ മാക്സിമം ലോൺ സൗകര്യം കിട്ടുന്ന ഒരു ക്രിസ്റ്റയാണ്. എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം. പ്രോപ്പർ സർവീസ് ഉണ്ടല്ലോ? പ്രോപ്പർ സർവീസ്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അടുത്ത വണ്ടിയില്ല. വീണ്ടും ക്രിസ്റ്റയുടെ KL 2 കൊല്ലം വണ്ടി. സെയിം വൈറ്റ് കളർ അല്ലേ? സെയിം കളർ, സെയിം രജിസ്ട്രേഷൻ. ഓക്കെ, അത് ഒരു റൂഫ് റെയിൽ പോലെ കൊടുത്തിട്ടുണ്ട് അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016 മോഡൽ, ക്രിസ്റ്റ ഇറങ്ങിയ വർഷം സ്റ്റാർട്ടിങ്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ്, വെറും 79,000 കിലോമീറ്റർ ഓടിയെന്നുള്ള ഹൈലൈറ്റ്. ഒറിജിനൽ കേരള Z 2.8 ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഡീസൽ. ഏറ്റവും ടോപ്പ് ഉണ്ട്. ആ ഇറങ്ങിയ വർഷം 2016 മോഡലിൽ ലോ കിലോമീറ്റർ ആണ്. നേരത്തെ കണ്ടത് 1,20 ഓടിയിരുന്നു. ഇത് 70 സംതിങ് ആയിട്ടേ ഉള്ളൂ അല്ലേ? അതെ, അത് 2016. അതിനേക്കാട്ട് 3 കൊല്ലം പിന്നിലാണ്. എന്നിട്ട് അത്ര ഓടിയുള്ളൂ. അത്ര ലോ കിലോമീറ്റർ വണ്ടിയാണ്. Z ഓട്ടോമാറ്റിക്.
അധികം ആളുകൾ തപ്പി നടക്കുന്ന ഒരു മോഡലാണ്. ഒറിജിനൽ കേരള ലോ കിലോമീറ്റർ 1 ചോടോടി വണ്ടികൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. തീർച്ചയായും അതർ സ്റ്റേറ്റ് വണ്ടികൾ ഇറങ്ങിയിട്ട് മാർക്കറ്റിൽ ഒരുപാട് വില കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ ഒരു വിഭാഗം കസ്റ്റമർ അങ്ങനത്തെ വണ്ടികൾ എടുക്കില്ല. ഞാൻ അങ്ങനത്തെ വണ്ടികൾ ചെയ്യാറില്ല. അതർ സ്റ്റേറ്റ് റീച്ച് ചെയ്യാതെ അതേപോലത്തെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ഒറിജിനൽ കേരള ലോ കിലോമീറ്റർ വാഹനം നോക്കുന്ന അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വാഹനം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. പ്രൈസ് മാത്രം കമ്പയർ ചെയ്ത് അതർ സ്റ്റേറ്റുമായിട്ട് റീ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വണ്ടി വാങ്ങിക്കാൻ കഴിയില്ല. അത് കുറ്റം പറയാനേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം ഒരു മുഖവുര ഞാൻ പറഞ്ഞത്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 19,90,000 രൂപ. 19,90,000 Z ഓട്ടോമാറ്റിക് 2016 ക്രിസ്റ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓട്ടോമാറ്റിക് സെറ്റ്. ഓക്കെ, 1 lakhന്റെ താഴെ കൂടിയ 70 സംതിങ് കൂടിയ ക്രിസ്റ്റയാണ്. സർവീസ് എല്ലാം പ്രോപ്പർ സർവീസ്, വെൽ മെയിൻറ്റൈൻഡ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. ലോൺ ഒരു 17 ലക്ഷം കിട്ടുമോ? ലോൺ കിട്ടില്ല, 16 കിട്ടുള്ളൂ. കാരണം അതർ സ്റ്റേറ്റ് വണ്ടി ഇറങ്ങിയോണ്ട് ആ റേഞ്ചിൽ വണ്ടികൾ കിട്ടാനുണ്ട്. അതർ സ്റ്റേറ്റ് വണ്ടികൾ 15, 16 നമ്പർ ആയി കഴിയുമ്പോൾ സാധാരണ റീ രജിസ്ട്രേഷൻ വണ്ടികൾ തന്നെ 15, 14 വിൽക്കുന്നത്. പ്ലസ് നമ്പർ ആക്കുമ്പോഴത്തേക്ക് ഒരു 17, 15,000 വണ്ടി കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഷബീസ് കാസിൽ 10 ലക്ഷത്തിന്റെ മേലുള്ള വണ്ടികളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 ലക്ഷത്തിൽ തന്നെ ഏറ്റവും പ്രീമിയത്തിലാണ് നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത്. മെഴ്സിഡസ് ബെൻസ് GLC 300D അല്ലേ? 300D കൂപ്പേ ടൈപ്പാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2022 മോഡല്, 22 ഡിസംബറിൽ ഇറങ്ങിയ വണ്ടി. ഓക്കെ, പിന്നെ GLC 300D കൂപ്പേ ടൈപ്പ്. ഓക്കെ, കിലോമീറ്റർ ഓടിയിരിക്കുന്നത് വെറും 10,000 കിലോമീറ്റർ. 10,000 കിലോമീറ്റർ മാത്രം, വളരെ ലോ കിലോമീറ്റർ. ഇതിന്റെ വാറണ്ടി എങ്ങനെയാ വരിക? അപ്പോൾ വാറണ്ടി 3 വർഷത്തേക്കാണ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഡിസംബർ വരെ ഇപ്പം വാറണ്ടി കഴിഞ്ഞു. നമുക്ക് നമ്മൾ വാറണ്ടി കൊടുക്കുകയും ചെയ്യുന്നതാണ്. 12-12 മാസം വരെ അല്ലേ? ഓക്കെ, 12-ാം തീയതി 12-ാം മാസം വരെ ഇപ്പോൾ വാറണ്ടിയിൽ നിൽക്കുകയാണ്. എങ്ങനെ ഷോറൂം വാറണ്ടി? വാറണ്ടി നമ്മൾ അഡീഷണൽ ഓണ കൊടുക്കാൻ പറ്റും. ഇപ്പം വാറണ്ടി ഉണ്ട്. അല്ലാതെ ഇവർ എടുക്കുകയാണെങ്കിൽ ബെൻസിന്റെ വാറണ്ടി കിട്ടാൻ ചാൻസ് ഉണ്ടോ? എടുക്കാൻ പറ്റും അല്ലേ? നിങ്ങൾക്ക് അഡീഷണൽ ആണ് ബെൻസിന്റെ വാറണ്ടി തന്നെ എടുക്കാനും പറ്റും. ഓക്കെ, വെറും 10,000 കിലോമീറ്റർ, അതാണ് ഏറ്റവും ഹൈലൈറ്റ്. ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല, ടച്ചപ്പ് ഇല്ല, ഒന്നുമില്ല. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കൂപ്പർ ടൈപ്പിൽ ഇപ്പം ഡീസൽ വണ്ടി കിട്ടൂല. ഇപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടിയാണ്. ഇപ്പം പെട്രോൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഡീസൽ തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം. അത് കിലോമീറ്റർ ലോ കിലോമീറ്റർ ഒറിജിനൽ കേരള നല്ലൊരു ലക്ഷറി വണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. എത്രയാണ് ഇപ്പൊ ചോദിക്കുന്നത്? നമുക്ക് ഫൈനലായിട്ട് 69 ലക്ഷം രൂപ കൊടുക്കാം. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ടായിരുന്നു? അറൗണ്ട് അന്ന് 1 CR അടുത്തുണ്ട്. 1 കോടിയുടെ അടുത്ത് വില വന്ന വണ്ടിയാണ്. വെറും 10,000 കിലോമീറ്റർ ഓടിയപ്പോൾ 69 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒറിജിനൽ കേരള വണ്ടി, ഒറിജിനൽ കേരള. അപ്പോൾ ഡീസൽ കൂപ്പേ ടൈപ്പ് നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും എടുക്കാൻ പറ്റും. ഒരു 50-55 ലോൺ വരും. 62 ലക്ഷം രൂപ എന്തായാലും കിട്ടും. അത്രയും ഒരു പാർട്ടിക്ക് വേണ്ടി 62 ലക്ഷം പാസ്സായിരുന്നു. പിന്നെ ആ പുള്ളിക്ക് വന്നിട്ട് പെട്ടെന്ന് ഐഡിയ മാറിയതാണ്. വണ്ടി ഡിഫൻഡറിലേക്ക് പോയി. ഓക്കെ, മക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ താല്പര്യമുള്ളവരുടെ എന്തായാലും വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതും പ്രീമിയം സെഗ്മെന്റ് തന്നെ Audi Q5 ആണ് അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2018 മോഡല് Audi Q5 പ്രീമിയം പ്ലസ്, സിംഗിൾ ഓണർഷിപ്പ്. പ്രീമിയം പ്ലസ് ടോപ്പ് അല്ല ഓഡിയിൽ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. കിലോമീറ്റർ 80,000. 80,000. ഫുൾ സർവീസ് ഉണ്ടോ? പ്രോപ്പർ സർവീസ്. അപ്പോൾ ലാസ്റ്റിൽ ഇപ്പോൾ 80,000 സർവീസ് നമ്മളാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ പുറത്തുള്ള വർക്ക്ഷോപ്പാണ് ചെയ്തത്. ഓക്കെ, 7 വർഷം കൊണ്ട് 80,000 ഓട്ടം. അതെ. ഓക്കെ, അപ്പോൾ ഒരു ക്ലെയിം അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ക്ലെയിം ഒന്നുമില്ല. പ്രോപ്പർ സർവീസ് ഉണ്ട് അല്ലേ? സർവീസ് ഞാൻ പറഞ്ഞ 80,000 സർവീസ് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 95,000 നിങ്ങൾ ചെയ്താൽ മതി. എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 31 ലക്ഷം രൂപ കൊടുക്കാം. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ടായിരുന്നു? ഏകദേശം ഒരു 70 ചില്ലാണ്. ഓക്കെ, പാതിൻ്റെ താഴെ വന്നു അല്ലേ? ഓക്കെ, 31 ലക്ഷത്തിന് ഒറിജിനൽ കേരള Audi Q5 പ്രീമിയം പ്ലസ് 80,000 കിലോമീറ്റർ ഓടിയ ഫുൾ സർവീസ് റെക്കോർഡ് ഹിസ്റ്ററി ഉള്ള ഈ ഒരു കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ഒരു 30 ലക്ഷം വരെ നമുക്ക് കൊടുക്കാം. അത്രയും കിട്ടും അല്ലേ? ഒരു 1 lakh കണ്ട് ഇറക്കി കൊണ്ടുപോകാം. അടുത്ത വണ്ടി നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം Audi. അവസാനത്താക്കിയോ? വേണ്ടേ? വണ്ടികൾ കാണിക്കാൻ ഗ്രാൻഡ് ടൈഗൂൺ ഉണ്ട്, സെൽറ്റോസ് ഉണ്ട്, കുറെ താറുണ്ട്, MG ആസ്റ്റർ, എല്ലാം കൂടി ഇപ്പൊ കാണിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ വണ്ടി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മളിത് ഇപ്പൊ ലാസ്റ്റ് വേണ്ടിയിട്ട് കാണിക്കുകയാണ്. Q5 ആണ്, ഇത് Q3 ആണ്. അതിന്റെ ചെറിയ സൈസ് ആണ്. എങ്ങനെയാ ഡീറ്റെയിൽ ഇത്? 2018 മോഡല്, 19 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ, KL 11 രജിസ്ട്രേഷൻ, പിന്നെ ഫുള്ളി കമ്പനി സർവീസുള്ള കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സിംഗിൾ ഓണർ Audi Q3 പ്രീമിയം പ്ലസ്. ഫുൾ ഓപ്ഷൻ തന്നെ. 18 മോഡലുണ്ട്, 19 രജിസ്ട്രേഷൻ, ഒറിജിനൽ കേരള വണ്ടി. എത്ര ഓട്ടം പോയത്?
80,000 കിലോമീറ്റർ ഓടിയുണ്ട്. 80,000. ഓക്കെ, ഫുൾ സർവീസ് കമ്പനിയാണ്. വേറെ ഒരു ക്ലെയിം ഒന്നുമില്ല, ഒരു ക്ലെയിം ഇല്ല, ഒരു റീപ്ലേസ്മെന്റ് ഇല്ല, ഒന്നുമില്ല. Q3 Q5 ഇത് രണ്ട് തമ്മിലുള്ള മൈലേജ് എങ്ങനെ ഉണ്ടാവും? നമ്മൾ നേരത്തെ പറയാം മൈലേജ് Q5 മൈലേജ് ഉണ്ടായിരുന്നു അതിലൊരു 10-11 Q3 എനിക്ക് 15-ന് മുകളിൽ കിട്ടിയിട്ടുണ്ട് ലോങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന സെഗ്മെന്റ് ആണ്. ഒരു SUV സെഗ്മെന്റ് ആണ്. എല്ലാ ഭാഗത്തൂടെയും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. Q5 കുറച്ചും കൂടി വലുപ്പം കൂടുതലാണല്ലോ. ഇത് ഏത് ഭാഗത്ത് ഒരു കോമ്പാക്ട് SUV ഒതുക്കുള്ള വണ്ടിയാണ്. മറ്റേത് ഫുൾ സൈസ് SUV അല്ലേ? ഓക്കെ, ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? നമ്മൾ ചോദിച്ച കൂടുതലായിരുന്നു. നമുക്കൊരു 21,50,000 രൂപ. 21.5 ലക്ഷം ഓടി Q3 19 രജിസ്ട്രേഷൻ വരുന്ന പ്രീമിയം പ്ലസ് ടോപ്പ് എൻഡ് സിംഗിൾ ഓണർഷിപ്പ് 80,000 കിലോമീറ്റർ. ഒരു ക്ലെയിം ഇല്ലാത്ത വാഹനമാണ്. ലോണ് 20 lakhs ഈസി ആയിട്ട് കൊടുക്കും നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ മേലെ തന്നെ ചാൻസ് ഉണ്ട്. അതെ, അപ്പോൾ നിങ്ങളുടെ ട്രാക്കോടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതെ, അത്രയേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഷമീസ് കാസിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇനി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് 10 ലക്ഷത്തിൻ്റെ താഴെയുള്ള വണ്ടി വേണമെന്നുണ്ടെങ്കിലും വിളിക്കാം. അതിൻ്റെ ഒരു ചെറിയൊരു കാര്യം കൂടി എനിക്ക് ക്ലാരിറ്റി പറയാനുള്ളത് വെച്ചാൽ, നമ്മുടെ അടുത്ത് രണ്ട് സുഹൃത്തുക്കൾ തന്നെ വിളിച്ച് പറഞ്ഞു, എൻ്റെ ഷോറൂമുകളൊക്കെ കാണുന്ന സമയത്ത് സാധാരണ ആൾക്കാർക്ക് കൂടി വരാൻ മടിയാവുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്നത് എല്ലാവരുടെയും അതിന് മുമ്പും പറയുന്നതാണ്, നിങ്ങളൊരു കാറ് വാങ്ങിക്കുകയേ വേണ്ട. നിങ്ങൾ കാർ ഭാവിയിൽ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ഷോറൂമിൽ വരി, ജസ്റ്റ് ഒന്ന് വന്ന് ഷോറൂം കാണുക, വണ്ടികളെ നോക്കുക, ഒരു ചായ കുടിക്കുക, അല്ലെങ്കിൽ ഒരു ജ്യൂസ് കുടിക്കുക. നമ്മൾ ആത്മാർത്ഥമായി എല്ലാവരും ക്ഷണിക്കുക. നമ്മളിപ്പോൾ കാറ് 10 വർഷം കഴിഞ്ഞ് ആർക്കും വരേണ്ട ആവശ്യമില്ല. ആ ഒരു മൈൻഡിനോട് കൂടി നമ്മൾ വന്ന് കണ്ടാൽ അത് പെട്ടെന്ന് നടക്കും. നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ ഒരു കാർ, ഒരു മാരുതി കാർ സ്വപ്നം കണ്ട നടന്നാളാണ്. ദൈവം നമ്മളിവിടെ വരെ എത്തിച്ച്. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ 10 വർഷത്തും കഴിഞ്ഞിട്ട് പറ്റില്ലെങ്കിലും നിങ്ങൾ ഇവിടെ വരിക, നമ്മുടെ ഷോറൂം കാണാൻ, പരിചയപ്പെടുക, ഒരു ചായ കുടിക്കുക, ഒരു ജ്യൂസൊക്കെ കുടിച്ച് പരിചയപ്പെട്ട് വണ്ടികളൊക്കെ നോക്കി പോലോ. തീർച്ചയായും അങ്ങനെ ഒരു സങ്കോചവും വേണ്ട, എല്ലാവരും ആത്മാർത്ഥമായി ക്ഷണിക്കും. നമ്മളെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആരൊക്കെ വന്നിരുന്നു അല്ലേ? അന്ന് തന്നെ വന്നിട്ടുണ്ട്. കാണാത്തവരുണ്ട്, അവർക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും സ്വാഗതം. അത്രയേ ഉള്ളൂ. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഷമീർ ഖാൻ, താങ്ക് യു. എല്ലാവർക്കും നന്ദി. ബൈ.